ദിവ്യാണി സന്നിധിയിലേക്ക് ഈ നിമിഷം നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജനനം മുതൽ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ നമുക്ക് കർത്താവ് തന്ന നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ടൊക്കെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ അവസ്ഥ, നമ്മുടെ ദുഃഖങ്ങളും ആകുലങ്ങളും രോഗങ്ങളും എല്ലാം ഓർത്ത്, എല്ലാ തകർച്ചകളെയും പ്രതി, എല്ലാ കുരിശിനെയും പ്രതി, എല്ലാ സഹനങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവിന്റെ ദിവ്യ സ്നേഹം ഈ നിമിഷം നമ്മളിലേക്ക് ഈ നിമിഷം ചൊരിയുകയാണ്. കർത്താവേ, അവിടുത്തെ ദിവ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കുകയാണ്. വിശുദ്ധിയുടെ കിരീടം അമ്മേ, ഞങ്ങളെയും വിശുദ്ധിയുടെ കിരീടം അണിയിക്കണമേ. എളിമയെന്ന് പുണ്യം തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമ മാതാവിന്റെ വാർഷിക ദിനത്തില് വെടിയേറ്റ് വീണപ്പോ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു, മറിയമേ, ഞാൻ പൂർണ്ണമായി നിന്റേതാകുന്നു. അതന്യ നിമിഷത്തെ നമുക്ക് നോക്കാം. സകല വിശുദ്ധർ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധകളെ ഓർത്തേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചേ. സകല മാലാക വൃന്ദങ്ങളും ഇപ്പോൾ സന്നിധരായിരിക്കുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. വചനം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. വിശുദ്ധ അഗസ്തിനോസ് പറയുന്ന പോലെ, ഓരോ ദിവസവും രാവിലെ ഞാൻ വചനത്തിന്റെ കവാടത്തിങ്കൽ മുട്ടും, ദൈവം അന്നത്തെ അപ്പം നൽകും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന നാഥന്റെ വചനങ്ങള് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കണം. വചനത്തിന് അഭിഷേകം കിട്ടുവോളം മുട്ടണം. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല. നിങ്ങളുടെ ജീവനാണിത്. നിയമാവർത്തന പുസ്തകത്തിൽ 32:47 വാക്യം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഓരോ ദിവസവും വചനം വായിച്ചാൽ മാത്രം പോരാ, അത് ആസ്വദിച്ച് ഭക്ഷിക്കുകൂടി ചെയ്യണം. പരിശുദ്ധ വചനം നമുക്ക് വീണ്ടും ഒരു നിമിഷം കൂടി നമുക്ക് ധ്യാനിക്കാം. പിശാചിനെ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ പാപത്തിലേക്കുള്ള പ്രവണത ഇല്ലാതാകും. യാക്കോബസ് ലിയായുടെ ലേഖനത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നു, പിശാചിനെ ചെറുത്ത് നിൽക്കുവാൻ. അപ്പോൾ സാത്താൻ നമ്മുടെ നിന്ന് അകന്നു കഴിയും. പാപം നമ്മുടെ ജീവൻ അപഹരിക്കുമെന്ന് വചനം പറയുന്നു. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലമെന്നാണ് വചനം കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത്. അത് നമ്മളെ കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. പ്രഭാഷന്റെ പുസ്തകം കർത്താവ് അരുളി ചെയ്യുന്നു, ആത്മാവിന്റെ മുറിവുണ്ടാക്കുന്ന മാരക രോഗമാണ് പാപം. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പാപമോചനത്തിനായി അനുദപിച്ച് വിശുദ്ധി നേടുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് കുമ്പസാരം എന്ന കൂദാശ. നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവീൻ, സന്നിധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവീൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവീൻ, അവിടെ നിങ്ങളെ ഉയർത്തും. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിലവിളിക്കുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരമല്ലോ. സുഭാഷിതം 28:13 തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പാപത്തെ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും കൈവരും. മറിച്ചായാൽ ആര് പിന്തുടർന്നാൽ പോലും ദുഷ്ടൻ പേടിച്ചോടും. നീതിമാനാകട്ടെ സിംഹത്തെ പോലെ ധീരരാകും. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഒന്ന് ഓർക്കാം. സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച കർത്താവിന് നിന്നെ രക്ഷിക്കാനാവില്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. കർത്താവ് നമ്മളെ ഈ നിമിഷം ഏറ്റെടുക്കുകയാണ്. വീണ്ടും ഹോസിയയുടെ പുസ്തകത്തിലുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകത്യങ്ങൾ മൂലമാണ് നിന്റെ കാലിടറിയത്. ഏറ്റുപറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും പലപ്പോഴും നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. കാരണം നമ്മളിൽ തന്നെ ആശ്രയിക്കുന്നു. സ്വന്തം ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. മറിച്ച് ആത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ ക്രിസ്തുവിലേക്ക് വളരുവാന് ആരംഭിക്കുമ്പോൾ അവിടുത്തെ പ്രകാശ കിരണങ്ങൾ നമ്മുടെ തിന്മയെ നിഗണിച്ചു കളയും. കർത്താവേ,
കഴിഞ്ഞകാല ജീവിതങ്ങളെ ഇതാ ഞങ്ങള് പാടെ ഉപേക്ഷിക്കുന്നു, വെറുത്തുപേക്ഷിക്കുന്നു. നാഥാ കർത്താവേ, പുതിയ വസ്ത്രം ഞങ്ങളെ ഈ നിമിഷം ധരിപ്പിക്കണമേ. പുതിയ കല്യാണ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. കഴിഞ്ഞകാല ജീവിതങ്ങളെ പാടെ വെറുത്തുപേക്ഷിക്കുന്നു, ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തവിധം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകട്ടെ. അനേകം മക്കളുടെ മാനസാന്തരത്തിന് ഈ നിമിഷം ഇടയാകട്ടെ. നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായി മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചേ. അതിന് അവരുടെ പ്രാർത്ഥന കേൾക്കും മുമ്പ് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾ കൂടി കർത്താവ് തന്നു നമ്മളെ അനുഗ്രഹിക്കും. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാഷ്ട്രങ്ങൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നാടിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി, സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ നിയോഗത്തിന് വേണ്ടി, പരിശുദ്ധ പിതാവിന്റെ നിയോഗത്തോടൊപ്പം സഭയുടെ നിയോഗങ്ങളെ, രൂപ അധ്യക്ഷന്മാരെ, പ്രത്യേകമായിട്ട് ദിവ്യാന്റെ സഭയും അവിടെയുള്ള എല്ലാ ബഹുമാനത്തെ വൈദ്യരെയും വൈദ്യ വിദ്യാർത്ഥികളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. മിഷൻ ദേശങ്ങള്, മിഷണറിമാര്, കർത്താവിനെ അറിയാത്ത മക്കളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലട്ടെ. അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഈ നിമിഷം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിലെ കർത്താവ് ഒരിക്കൽ കൂടെ നമുക്ക് ലോകം മുഴുവന് വേണ്ടി ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മരിയൻ ഭവനത്തെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ വന്നു പോകുന്ന സകലർക്കും ജാതിമത ഭേദമനെ ചെറിയരും വലിയരുമായ എല്ലാവരെയും സമർപ്പിക്കാം. കർത്താവിന്റെ കരുണ ഒഴുകുകയാണ്. ഈ മക്കളിലേക്ക് കർത്താവ് ഉറ്റു നോക്കുന്നു. ഈ ഓരോ മകനെയും മകളെയും കർത്താവ് ദർശിക്കുന്നു. ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നമ്മുടെ വിചാരങ്ങളെല്ലാം അറിയുന്നുണ്ട്. കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള മനസ്സ് മതി. പൂർണ്ണമായി വിട്ടുകൊടുക്കണം. കർത്താവ് ഈ നിമിഷം നമ്മളെ ഏറ്റെടുക്കുകയാണ്. മരിയ ഭവനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തെ നമുക്ക് സമർപ്പിക്കാം. അത് ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കിട്ടുവാനായിട്ട് ആ സ്ഥലത്തെ കർത്താവ് ഒരുക്കട്ടെ. അത് വാങ്ങുവാനുള്ള ക്രമീകരണങ്ങൾ അതിവേഗം കർത്താവ് നൽകി സഹായം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിലെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ലോകം മുഴുവനുള്ള മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അത് അതിന്റെ മഴത്തരി പോലും അഭിഷേകം പ്രാപിക്കണം. ഇപ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത് നല്ലൊരു അഭിഷേകമുള്ള ഒരു വിശുദ്ധ സ്ഥലമായി തീരട്ടെ. കർത്താവ് വസിക്കുന്ന ഇടമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാടിന് വേണ്ടി, ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ആരും ഇല്ലാത്ത നിർദ്ധരായിട്ടുള്ളവരെ, രോഗികളെ, പീഡിതരെ, ദുഃഖിതരെ, അവശത അനുഭവിക്കുന്നവരെല്ലാം, എല്ലാവരും തഴയപ്പെട്ട് അനാഥത്തിലായിരിക്കുന്ന മക്കള് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് എന്ത് ആഗ്രഹത്തോടാണ് ഈ ആലയത്തിൽ വന്നത്? നിങ്ങളുടെ ദുഃഖമോ വേദനയോ രോഗമോ സർവ്വതും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മകനെ, മകളെ, എന്ന് കർത്താവ് വിളിക്കുകയാണ്. നീ എന്റെ പ്രിയപുത്രനാണ്, നീ എന്റെ വത്സരപുത്രനാണ്, നീ എന്റെ ഓമന കുട്ടനാണെന്ന് ഉള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ് നമ്മളോടുള്ള സ്നേഹം അത്രമാത്രം വലിയ സ്നേഹമാണ്. കർത്താവ് അവിടുത്തെ സ്നേഹാഗ്നി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ തേടാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടുവോളം തരണമേ, അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസന്നിധിയിലെ പരിശുദ്ധ സമർപ്പിച്ചതുപോലെ ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമുക്കും അങ്ങനെ ആയിരിക്കണം. പ്രാർത്ഥിക്കണം. കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം തരണമേ നമ്മൾ പറയുന്നതോടൊപ്പം ഞങ്ങളുടെ ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, അവിടുത്തെ ഹിതം നിറവേറണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ബലഹീനരാണ്, പാപികളാണ്, ഞങ്ങളോട് കരുണയായിരിക്കണമേ. തിരിച്ചോര കൊണ്ട് കഴിയും ഞങ്ങളെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ നിമിഷം നിറയ്ക്കണമേ. പരമപരിശുദ്ധനായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങൾ അയോഗ്യരാണ്. കർത്താവെ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും കർത്താവെ അവിടുത്തെ കരുണയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏതാനും നിയോഗങ്ങളെ സമർപ്പിക്കുന്നുള്ളൂ. അതോടൊപ്പം ഇവിടെ വന്ന് 7-8 വർഷക്കാലമായി അച്ഛനെ കണ്ടുപോയവര്, ഇന്നും വന്ന് പ്രാർത്ഥന തേടിയവര്, ഫോണിലൂടെ അറിയിച്ച നിയോഗങ്ങളെ ഫോണിലൂടെ അറിയിച്ചിട്ട് കിട്ടാതെ പോയവർ, അച്ഛനെ വന്നിട്ട് കാണാൻ സാധിക്കാതെ പോയവര്, അതെല്ലാം കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയാണ്. ആരോടും പറയാൻ പറ്റാത്ത വിധം ഹൃദയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് നിയോഗങ്ങള്. കർത്താവിനോട് ഷെയർ ചെയ്യുവാനായിട്ട് അവ ഈ നിമിഷം കർത്താവ് ഏറ്റെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് രോഗാവസ്ഥയെ കഴിയുന്ന സാം ജേക്കബിനെ നമുക്ക് സമർപ്പിക്കാം. തൊലിപ്പുറമെയുള്ള രോഗം, സകല രോഗബന്ധനങ്ങൾ മാറുവാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. മകനെ മേലുള്ള തിന്മയുടെ ശക്തി നീങ്ങിക്കിട്ടുവാനായിട്ട് അപേക്ഷിക്കുന്ന അമ്മയുടെ നിയോഗത്തെ നമുക്ക് സമർപ്പിക്കാം. സാത്താന്റെ പീഡ, സാത്താന്റെ മുദ്ര മൂലം വേദനിക്കുന്ന മക്കള്, സാത്താൻ പിടിച്ചോട്ട് പോയ മക്കള് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. സാത്താന്റെ പിടിയിൽ നിന്ന് കർത്താവ് ഈ നിമിഷം രക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന തോമസിനെ സമർപ്പിക്കുന്നു. തൊണ്ടയ്ക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കരമായ വേദന, ഉമ്മിനീര് പോലും ഇറക്കാൻ പറ്റാത്ത ആ പിതാവിനെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തൊടട്ടെ. തൊണ്ടയിലുള്ള എന്താ വ്രണമാണോ, മുഴയാണോ, അസ്വസ്ഥയാണോ, എന്താണോ അവയെല്ലാം കർത്താവ്
കർത്താവ് അറിയുന്നു. കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുപോലെ ഭാരപ്പെടുന്ന തൊണ്ടയ്ക്ക് അസ്വസ്ഥമായിട്ടുള്ള മക്കള്, തൈറോയ്ഡ് സംബന്ധമായ രോഗം ഭാരപ്പെടുന്ന മക്കള് നമുക്കിപ്പോ സമർപ്പിക്കാം. ആ രോഗ അസ്വസ്ഥതകളെല്ലാം കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് BSCയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മകൾ, BSCയുടെ ത്രസ്യാമ എന്ന മകൾ BSc നേഴ്സായി ഗൾഫിൽ പോകാനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് ഭവന ഒരു സ്ഥലത്തെ സമർപ്പിച്ചുകൊണ്ട് വാസയോഗ്യമായ സ്ഥലമാകണമേ. പ്രത്യേകമായിട്ടുള്ള ക്ഷുദ്രജീവിയുടെ ചീതൽ ശല്യങ്ങള്, ഉറുമ്പ് ശല്യം മൂലം ഭാരപ്പെടുന്ന ആ സഹോദരി പ്രത്യേക മോളിയമ്മയുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ജോസ് എന്ന മകനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. മദ്യപാനത്തിന് പിടിയിൽ നിന്ന് വിടുതൽ ലഭിക്കുവാന്, കുടുംബ സമാധാനം ഉണ്ടാകാൻ വേണ്ടി യാചിക്കുന്ന ഈ ജോസിനോടൊപ്പം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുശീലത്തിന്റെ അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ, പാപ സാഹചര്യങ്ങളിൽ കഴിയുന്ന മക്കളെ, തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്ന മക്കളെ, അവരുടെ ദുർനടപ്പുകള് കർത്താവ് വാടക ഉപേക്ഷിക്കാനുള്ള ശക്തി ഇപ്പോൾ അവർക്ക് നൽകട്ടെ, കൃപ കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം മക്കള് പാപ സാഹചര്യം ഉപേക്ഷിക്കാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. അവരുടെ പാപ സാഹചര്യം ഉപേക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ദേവി എന്ന മകളെ സമർപ്പിക്കുന്നു. സമാധാനം കിട്ടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കഴിയുന്നു. ലോൺ അടയ്ക്കാൻ നിർവാഹമില്ലാതെ കഴിയുന്നു. നിലവിലായിരിക്കുന്ന തയ്യൽ ജോലി തകർച്ചകളൊക്കെ മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ജെസ്സി എന്ന മകളെയും ജോസഫ്, ജോർജ്, എലിസബത്ത്, റോസ്, മേരി എന്ന മക്കളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. ജെസ്സി ജോഷിയുടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. സഭ വിട്ടുപോയ മക്കളുടെ തിരിച്ചു വരുവാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ജോയ്, ബേബി എന്നീ ഔസേപ്പച്ചൻ, ബാബു എന്നീ മക്കളെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ജോൺസൺ, മിൻ, ബേബി എന്നീ മക്കളുടെ ഈശോയെ നല്ല കുടുംബമായി ജീവിക്കുവാന് സമർപ്പിക്കുന്നു. സന്യാസ ജീവിതത്തില് വിശുദ്ധി നിലനിൽക്കാൻ അപേക്ഷ സഹോദരിയെ പ്രത്യേകം സമർപ്പിക്കുന്നു. തങ്കമ്മ എന്ന മകള് സ്വന്തമായി വീട് ആഗ്രഹിക്കുന്നു, വീട് ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഭവനരഹിതരെ മക്കള്, ഭവനം ചോർന്നൊലിച്ച അവസ്ഥയില് ഒരു ഭവനം പണിയാൻ ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ട സാമ്പത്തിക ഇല്ലായ്മ, കർത്താവ് ഭവനം പണിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാനി പൂർത്തിയാക്കാൻ പറ്റാതെ വർഷങ്ങളായിട്ട് ആരംഭിച്ചിട്ട് അതേ നിലയിൽ തന്നെ കിടക്കുന്നു. അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എല്ലാ തടസ്സങ്ങളും കർത്താവ് ഈ നിമിഷം മാറ്റി കൊടുക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പിതാവിനോട് അപേക്ഷിക്കാം. സൗമ്യ എന്ന മകളുടെ നേഴ്സിംഗിന് കഴിഞ്ഞ് വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പിനെ നമുക്ക് സമർപ്പിക്കാം. ആ തടസ്സം ഒന്ന് മാറിക്കിട്ടുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് മകളുടെ വിവാഹ പ്രായമായിരിക്കുന്നു. വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അമ്മയുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലെ വീസ ശരിയാകുവാൻ ദുബായിലേക്ക് പോകാനുള്ള മകനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ആ തടസ്സം കർത്താവ് എടുത്തു മാറ്റട്ടെ. പ്രത്യേകമായിട്ട് ഗേറ്റ് കോച്ചിങ്ങിനായിരിക്കുന്ന മകനെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ജോബിന മാത്യു UK-യിലായിരിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. വീസയുടെ തടസ്സം, എംബസിയിൽ മുഖേനയുള്ള തടസ്സങ്ങൾ ഈ നിമിഷം കർത്താവ് എടുത്തു മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ എംബസി മുഖേന ഉള്ള തടസ്സങ്ങൾ, വീസ പ്രോസസിംഗ് തടസ്സങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്ത് പോകാനുള്ള മക്കളുടെ തടസ്സങ്ങൾ ഈ നിമിഷം അനേകം മക്കളുടെ തടസ്സങ്ങൾ കർത്താവ് ഈ നിമിഷം എടുത്തു മാറ്റട്ടെ. PR കിട്ടുവാനുള്ള തടസ്സങ്ങള്, പ്രത്യേകിച്ച് വിദേശത്തോട് നടക്കുന്ന ടെസ്റ്റുകള്, ഇന്റർവ്യൂ പാസ്സാവുന്ന തടസ്സങ്ങള്, 2-3 തവണ അപ്പിയർ ചെയ്തിട്ട് തോൽവിയായി സംഭവിച്ച മക്കളെയും വീണ്ടും വിജയം നൽകുന്ന കർത്താവ് പ്രവർത്തിച്ച് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മെഡിക്കൽ ഫിറ്റ്നസ് അൺഫിറ്റ് ആയിട്ടുള്ള മകളെ ഇപ്പൊ ജിജി എന്ന മകളെ സമർപ്പിക്കുന്നു. ആ മകളുടെ മെഡിക്കൽ ഫിറ്റ്നസ് കർത്താവ് അതിന്റെ തടസ്സങ്ങളെല്ലാം മാറി മകൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഷൈനി എന്ന മകൾ ഈ മാസം ധ്യാനത്തിന് പോകാൻ ആരംഭിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഈ മകളോടൊപ്പം ധ്യാനം കൂടി നവീകരണം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ബാങ്ക് ജോലിക്ക് ആഗ്രഹിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. ഒക്ടോബർ 5-ാം തീയതി നടക്കുന്ന പരീക്ഷയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകളെ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം നടക്കുന്ന പരീക്ഷകള്, ഇന്റർവ്യൂകള്, പരീക്ഷ, +2 പരീക്ഷ എഴുതുന്ന മക്കളെയും, നേഴ്സിംഗ്, എഞ്ചിനീയർ മേഖല നടക്കുന്ന പരീക്ഷ, മറ്റു കോഴ്സുകൾ നടക്കുന്ന പരീക്ഷകളെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. വിവാഹം നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന മകളുടെ വിവാഹം ഭംഗിയായി നടക്കുവാൻ, മംഗളകരമായി നടക്കുവാൻ, അതിനാവശ്യമായ പണം സ്വരൂപിക്കുവാൻ മേരിക്കുട്ടി എന്ന സഹോദരി സമർപ്പിച്ചിട്ടുണ്ട്. വിവാഹം ഭംഗിയായി നടക്കുവാൻ മംഗളകരമായി ആഗ്രഹിക്കുന്ന മക്കളെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജനറൽ നഴ്സിംഗിന് തേടിയ പഠിക്കുന്ന മകളെ സമർപ്പിക്കുന്ന മകളുടെ ഫെയിൽ ആയ വിഷയം വീണ്ടും എഴുതിയെടുക്കാൻ കർത്താവ് എലിസബത്ത് എന്ന മകളെ നിയോഗത്തെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഗർഭവതിയായ ഒരു മകളുടെ വയറ്റിലെ
അതിശക്തമായ വേദന മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പഠിക്കുന്ന കുഞ്ഞിനെ സമർപ്പിക്കുന്നു, ജിബിനെ സമർപ്പിക്കുന്നു. നന്നായി പഠിക്കുവാന് കർത്താവ് അനുഗ്രഹം കൊടുക്കട്ടെ. ഈ നിമിഷം ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. സ്കൂൾ കോളേജിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്നായി പഠിക്കാൻ പഠന വൈകല്യങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റട്ടെ. ദൈവഭയത്തിൽ വളർന്നു വരുവാന് എല്ലാ മക്കൾക്കും സാധിക്കട്ടെ. ആദ്യം കർത്താവിനെ തേടുവാൻ അവർക്ക് സാധിക്കട്ടെ. അവർ പഠിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ കൊടുക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. എല്ലാ മക്കളെയും കർത്താവ് പരിസ്ഥാനമായിട്ട് നിറച്ച് അഭിഷേകം ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ അനുസരണവും വിധേയത്തോടെ മക്കളായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കുഞ്ഞിനെ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹൃദയരോഗം കർത്താവ് പൂർണ്ണമായി ഈ നിമിഷം എടുത്തു മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ സംബന്ധമായ രോഗത്തിൽ ഭാരപ്പെടുന്ന മക്കളെയും ഈ കുഞ്ഞിനോടൊപ്പം നമുക്ക് സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. റോസമ്മ മേറ്റിന്റെ നിയോഗത്തെ 6 വർഷമായിട്ട് ആലോചന ആരംഭിച്ച് വിവാഹ ആലോചന തടസ്സം മാറി കിട്ടുവാൻ വേണ്ടി ഇതുപോലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന മക്കളെ വർഷങ്ങളായി ആലോചന ആരംഭിച്ചിട്ട് കർത്താവിന്റെ തിരഞ്ഞെടുപ്പിലൂടെ ജീവിത പങ്കാളിയെ നൽകി കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള യോജിപ്പില്ലായ്മ, സംശയം, വിശ്വാസക്കുറവ് മാറിക്കിട്ടുവാൻ അപേക്ഷ സഹോദരി ദമ്പതികളെ സമർപ്പിക്കുന്നു. ഇതുപോലെ അവിശ്വാസത്തിന്റെ പേരില് സ്നേഹമില്ലാതെ വെറുപ്പ്, വിദ്വേഷം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡൈവോഴ്സിന്റെ വക്കിലായിരിക്കുന്ന അനേകം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ആ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇവിടെ വന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകട്ടെ, ക്ഷമിച്ച് സ്നേഹിക്കട്ടെ, ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്വീകരിക്കട്ടെ. അവരെ തകർക്കുന്ന തിന്മകളെ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അരമന കോടി നിന്നുള്ള തീരുമാനം കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. ധ്വനി എന്ന മകളെ സമർപ്പിക്കുന്നു. വിൽസി എന്ന മകളെ സമർപ്പിക്കുന്നു. മകളുടെ IELTS പരീക്ഷ എഴുതിയിട്ടുണ്ട്. നല്ല 7 ബാങ്ക് സ്കോർ കിട്ടുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. ഇതുപോലെ ആഗ്രഹിക്കുന്ന മക്കളെയും വിൽസൺ, ജിൽസി എന്നീ 2 മക്കളെ സമർപ്പിക്കാണ്. ഈ സഹോദരങ്ങളുടെ ജോലിക്കുള്ള തടസ്സം മാറുന്നതിന് വേണ്ടി അനുയോജ്യമായ ജീവിതാന്തം തിരഞ്ഞെടുക്കുവാന്, അവരുടെ മാതാപിതാക്കളെ അവരുടെ കുടുംബത്തിന്റെ നിയോഗം വസ്തു വിറ്റ് മറ്റൊന്ന് വാങ്ങുവാന് പ്രത്യേകം ആ നിയോഗം സമർപ്പിച്ച കുടുംബത്തെ മോഹിച്ചവരുടെ കരങ്ങളെ സമർപ്പിക്കാം. വിവാഹമോചന കേസ് തീർപ്പുണ്ടാകുവാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ബിജുവിന്റെ നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. മരിയേറ്റ് എന്ന മകളെ സമർപ്പിക്കുന്നു. നന്നായി പഠിച്ച് നല്ല മാർക്ക് കിട്ടുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാനായിട്ട് ഒരു മകളെ സമർപ്പിച്ചിരിക്കുന്നു. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികള് ഒത്തിരി നാളുകളായി വരുന്നുണ്ട്. മക്കള് കർത്താവേ കനിയണമേ, മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സന്താന ഭാഗ്യം കർത്താവ് ദാനമായി നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയ മക്കളില്ലാത്ത ദമ്പതികളെ 14 15 വർഷങ്ങളായിട്ടുള്ള മക്കളുണ്ട്. കർത്താവെ ആ തടസ്സങ്ങളൊക്കെ മാറ്റണമേ. കർത്താവെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ മക്കളെ സമർപ്പിക്കാം. കടം വീടുവാൻ, ബാങ്കിലെ കടം വീടുവാൻ, വീട് സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ബിന്നി ജോസഫ് പ്രത്യേകമായ കടബാധ്യത കർത്താവ് ഏറ്റെടുക്കട്ടെ. വീട് സ്ഥലം വിറ്റ് അവരുടെ കടം തീർക്കാൻ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വസ്തു വിറ്റും കടബാധ്യത തീർക്കുവാനുമായിട്ടും സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന എല്ലാ കുടുംബത്തെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് സാമ്പത്തിക ബിസിനസ് തകർച്ചയിലായിരിക്കുന്ന മക്കളെ, ഫാക്ടറി വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ, 3 നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു ലാൻഡ് വിൽക്കാൻ, മറ്റൊന്ന് വാങ്ങുവാൻ, വീട് മറ്റൊന്ന് വാങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്ന തടസ്സങ്ങൾ കർത്താവ് ഈ നിമിഷം മാറ്റിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ അടിമത്തത്തിലായിരിക്കുന്ന മക്കളെയും പ്രത്യേകം സമർപ്പിക്കാം. തെറ്റായ സ്നേഹബന്ധത്തിലായിരിക്കുന്ന മക്കളെ, കൂട്ടുകെട്ടിലായിരിക്കുന്ന മക്കളെ, ദുശീലങ്ങളിലായിരിക്കുന്ന മക്കളെയും കർത്താവ് ഇപ്പോൾ തൊടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് എല്ലാ കുടുംബങ്ങളിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കാം. ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് വിദേശത്ത് പാർക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, അവരുടെ നിയോഗത്തിന് വേണ്ടി ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഭവനത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കട്ടെ. ഇനിയുമുള്ള നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായിട്ട് സ്വരമുയർത്തി കർത്താവ് കടന്നു വരട്ടെ. നിങ്ങളുടെ നിലവിളി കേട്ടെ, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് കർത്താവ് സ്വർഗം വിട്ട് ഈ നിമിഷം നിലയിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 നമ്മുടെ പ്രാർത്ഥനയായിട്ട്, സഭയുടെ പ്രാർത്ഥനയായിട്ട്, പരിഭവനത്തിന്റെ പ്രാർത്ഥനയായിട്ട് തിരുസഭ മുഴുവനും ഐശ്വര്യം ഉണ്ടാവട്ടെ. നിസ്വാർത്ഥതയോടുകൂടി കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ,
സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ തുറക്കണമേ, രോഗാത്മകളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായ ഞങ്ങളുടെ കാരണേറ്റുമായി ശ്രദ്ധയും സോദരേക്കാനേ പരിശുദ്ധ ദേവന്മാരുടെ രാജ്ഞി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോട് നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളു തരിയം അമ്മച്ചി അങ്ങനെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. ഈശോയെ 12 വയസ്സിൽ കാണാതാകുന്നു. 3-ാം ദിവസം ദേവാലയത്തിൽ വേദശാസ്ത്രികളോടൊപ്പം തർക്കിച്ചുകൊണ്ടിരിക്കുകയും അവിടുത്തെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് ധ്യാനിക്കാം. ഈ ദിവരേശം ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ എന്ത് വേദനയോടുകൂടിയാണെന്നറിയുമോ? നിന്റെ പിതാവ് ഞാൻ നിന്നെ അന്വേഷിച്ചത് എന്താണ് ഇപ്രകാരം ഞങ്ങളോട് ചെയ്തത്? എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? ദൈവിക കാര്യങ്ങൾ വ്യാപൃതനായ ഈശോ എന്നാൽ അനുസരണമുള്ളവനായ വിധേയത്വത്തോടെ അമ്മയോടൊപ്പം ഭവനത്തിലേക്ക് വരുന്നു. ദൈവത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ബാലന്മാരെ വിധേയത്വത്തിൻ്റെ അരൂപിയെ ഈശോയ്ക്ക് ലഭിച്ചുണ്ടായിരുന്നത് പോലെ ആ വിധേയത്വത്തിൻ്റെ അരുവി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കുർബാനയിൽ നിന്ന് വ്യാപരിക്കണമേ എന്നൊന്ന് ആഗ്രഹിക്കാമോ? പഠിക്കുന്ന നമ്മുടെ കുഞ്ഞു പൈതങ്ങളെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെടേണ്ട കുഞ്ഞുങ്ങൾ, ഗുരുഭൂതർക്ക് വിധേയപ്പെടേണ്ട കുഞ്ഞുങ്ങൾ, അധ്യാപകർക്ക് വിധേയപ്പെടേണ്ട ഗുരുഭൂതർക്ക് വിധേയപ്പെടേണ്ടവർ, സഭയ്ക്ക് വിധേയപ്പെടേണ്ടവർ, മോനെ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളി കേൾക്കുവാൻ സാധിക്കത്തക്കവണ്ണം വിധേയത്തിൻ്റെ അരൂപി പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കണമേ എന്നൊന്ന് ആഗ്രഹിക്കാമോ?
പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ വലിയ അഭിഷേകം വ്യാപരിക്കണമേ എന്നൊന്ന് ആഗ്രഹിക്കാമോ? എല്ലാ കുഞ്ഞുങ്ങളെയും ഒന്ന് സമർപ്പിച്ചേ. നമ്മുടെ ഭവനങ്ങളിലെ കുഞ്ഞുങ്ങളെ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന എല്ലാവരെയും ഒന്ന് സമർപ്പിച്ചേ. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ദേവാലയത്തിൽ കണ്ടെത്തപ്പെട്ട ഈശോ ദൈവമാണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക്, നമ്മുടെ ബാലന്മാരിലേക്ക്, പ്രത്യേകിച്ച് തെറ്റുപറ്റാൻ ഇടയുള്ള കാലഘട്ടത്തിൽ തെറ്റുപറ്റാതിരിക്കുവാൻ വേണ്ടി വിധേയത്വത്തോടുകൂടി സഭയ്ക്ക് വിധേയപ്പെടുവാൻ വേണ്ടി, അമ്മയ്ക്ക് വിധേയപ്പെടുവാൻ വേണ്ടി, മാതാപിതാക്കന്മാർക്ക് നൽകേണ്ട ആദരവ് കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷകൻ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പാടും. കൂട്ടത്തിൽ നമുക്കും പാടാം. കുർബാനയുടെ അഭിഷേകം, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ബലിപീഠത്തിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലേക്ക്, ബാലന്മാരിലേക്ക്, കോളേജുകളിലോ ഹോസ്റ്റലുകളിലോ മക്കളെ നോക്കാൻ അന്വേഷിക്കാൻ ആളില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ മാതാപിതാക്കന്മാർ വിദേശത്തും മക്കൾ നാട്ടിലുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ അരൂപി അവരെ നയിക്കട്ടെ, ദൈവത്തിന്റെ ചൈതന്യം അവരെ നയിക്കട്ടെ. അല്പം ത്യാഗത്തോടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ആ കുർബാനയുടെ അഭിഷേകം ഞങ്ങളുടെ മക്കളിൽ ഒന്ന് വ്യാപരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് എല്ലാ മക്കളെയും ഒന്ന് അനുഗ്രഹിക്കാമോ? എല്ലാ മക്കളെയും ഉള്ളു തുറന്ന് ഈശോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളൊന്ന് അനുഗ്രഹിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അങ്ങയുടെ അഭിഷേകം കർമ്മയർച്ചമാണ് പകരണമേ പകരണമേ ഞങ്ങളിപ്പോൾ പകരണമേ 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 ഞങ്ങളിപ്പോൾ പകരണമേ 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 ഞങ്ങളിപ്പോൾ